ഈ സുന്നത്ത് കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ഉം. എന്താ താങ്കളുടെ അഭിപ്രായം? വളരെ മോശം, ഒരു അന്ധവിശ്വാസമാണ്, ഒരു ദുരാചാരമാണ്. അപ്പൊ അതിനെ ശാസ്ത്രം ഇപ്പൊ അംഗീകരിക്കുന്നതോ? ശാസ്ത്രം എവിടെ അംഗീകരിച്ചു? നിരീഷ് പറയുന്നത് ചേലാകർമ്മം അന്ധവിശ്വാസം ദുരാചാരമാണെന്നാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അത്രക്കുള്ള വിവരേ ഉള്ളൂ. പക്ഷേ ശാസ്ത്രം പറയുന്നത് അതല്ല. WHO കേട്ടിട്ടുണ്ടാ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ്. വിവരമുള്ളവർക്ക് മനസ്സിലാവും. ആ ഓർഗനൈസേഷൻ അംഗീകരിച്ചതാണ് ഈ ചേലാകർമ്മം. ഗൂഗിളിൽ ഇങ്ങനെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. സർക്കംസിഷൻ എന്ന് പറയും, അതായത് ചേലാകർമ്മം. തീർന്നില്ല, അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് അതും അംഗീകരിച്ചിട്ടുണ്ട്. ഈ രണ്ട് സംഘടനയും ഒരേപോലെ പറയുന്നത് ചേലാകർമ്മം വഴി HPV, HIV, ചില ക്യാൻസേഴ്സ് ഇവയൊക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ്. ഇനി ഗൂഗിളിനെ വിശ്വസിക്കണ്ട, എന്നെയും വിശ്വസിക്കണ്ട. നമ്മളെ ജിമിനി മോളുണ്ട്. ജിമിനി മോളെ നിരീക്ഷു ടീംസിനൊന്നും വലിയ ഇഷ്ടമല്ലട്ടാ. അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കേട്ടോക്ക്. മോളെ ജിമിനി, ഈ ചേലാകർമ്മം ലോകാരോഗ്യ സംഘടനയും അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സും അംഗീകരിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അവർ അംഗീകരിക്കാനുള്ള റീസൺ? ലോകാരോഗ്യ സംഘടന HIV പ്രതിരോധത്തിനുള്ള ഒരു മാർഗമായി ചില സാഹചര്യങ്ങളിൽ സുന്നത്ത് കർമ്മത്തെ പരിഗണിക്കുന്നു. ആഫ്രിക്കയിലെ ചില പ്രദേശങ്ങളിൽ ഇത് ഫലപ്രദമാണെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് ആരോഗ്യപരമായ ഗുണങ്ങളും അപകട സാധ്യതകളും ശ്രദ്ധിച്ചതിനു ശേഷം സുന്നത്ത് കർമ്മം വഴി ലഭിച്ചേക്കാവുന്ന ആരോഗ്യപരമായ ഗുണങ്ങളിൽ ചിലത് മൂത്രനാളിയിലെ അണുബാധകളുടെ സാധ്യത കുറയ്ക്കുക, ചിലതരം ക്യാൻസറുകളിൽ നിന്ന് സംരക്ഷണം നൽകുക, ലൈംഗികമായി പകരുന്ന ചില രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുക എന്നിവയാണ്. ഓക്കെ അല്ലേ? ഇനി മെഴുകാൻ വരുന്ന നിരീഷിന്റെ ടീംസിനോട് എനിക്ക് പറയാനുള്ളത്, ഉത്തരം മുട്ടുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രത്യേക വെപ്പൺസ് ഇല്ലേ, മദ്രസ പൊട്ടൻ, തെറി, പിന്നെ നിരീഷിന്റെ വീട്ടിലിരുന്ന് ഉണ്ടാക്കിയെടുത്ത ഫേക്ക് ആയത്തും ഹദീസും, അതും വെച്ചുകൊണ്ട് മെഴുകുക എന്നല്ലാതെ കൃത്യമായിട്ടുള്ളൊരു ഉത്തരം നിങ്ങൾക്ക് തരാനായിട്ട് ഇതിന് സാധിക്കില്ല.